ഹലോ വേൾഡ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഹലോ വേൾഡ് ചാനൽ ക്യാമറാമാൻ സഞ്ജയുടെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത ആലപ്പുഴയുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് ആ ബീച്ചിന് സമീപമുള്ള പൊതുമരാമത്ത് വിശ്രമ കേന്ദ്രം. മന്ത്രിമാർ മുതൽ ഗവൺമെന്റ് ഹയർ ഒഫീഷ്യൽസ് വരെ താമസിക്കുന്ന സ്ഥലമാണ്. ഇതിന്റെ ദൃശ്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് പോലീസ് റിക്രിയേഷൻ ഗ്രൗണ്ട്. ഇത് വിശാലമായ ഒരു ഗ്രൗണ്ടാണ്. റിപ്പബ്ലിക് ദിവസം പരേഡ് നടത്തുന്നതും മന്ത്രിമാർ സല്യൂട്ട് സ്വീകരിക്കുന്നതും ഇവിടെയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ലൈറ്റ് ഹൗസ് എന്ന് ദൂരെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഹെലിപ്പാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. രാഷ്ട്രപതി മുതൽ മന്ത്രിമാർ വരെ സകലരും ഹെലികോപ്റ്ററിൽ ഇവിടെയാണ് വന്നിറങ്ങുന്നത്. ആലപ്പുഴയുടെ പൈതൃകം ലോകത്തിന് മുന്നിൽ വരച്ചു കാണിക്കുന്ന ലൈറ്റ് ഹൗസിന്റെ കോമ്പൗണ്ടിലുള്ള ഒരു മ്യൂസിയത്തിലേക്കാണ് നമ്മളിനിയും പോകുന്നത്. നിങ്ങളുടെ ശ്രദ്ധ ഞങ്ങൾ അവിടേക്ക് ക്ഷണിക്കുകയാണ്. ഇതാ ഞങ്ങൾ മ്യൂസിയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇത് പൂർണ്ണമായും ഒരു എഡ്യൂക്കേഷണൽ മ്യൂസിയമാണ്. ഇവിടുത്തെ എല്ലാ എഡ്യൂക്കേഷണൽ ഇൻസ്ട്രുമെന്റ്സും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫസ്റ്റ് വൺ, backward rewinding system used in Alleppey Lighthouse. അടുത്ത ലാമ്പ് ചാർജറാണ് കാണുന്നത്. ഇതെല്ലാം പുരാതനമായ വസ്തുക്കളാണ്. ഇത് സൺ വാൽവ് ആണ്, ഹൊറിസോണ്ടൽ എക്സ്പാൻഷൻ ടൈപ്പ്. നെക്സ്റ്റ് വൺ, സൺ വാൽവ് വെർട്ടിക്കൽ എക്സ്പാൻഷൻ ടൈപ്പ്. നെക്സ്റ്റ് വൺ, ഗ്ലാസ് ഫ്ലാഷസ്. അടുത്തതായി കാണുന്നതാണ് പോയിന്റ് ലാമ്പ് ചേഞ്ചസ്. ഇത് സ്പിരിറ്റ് ജഗ്ഗാണ്. അടുത്തായിട്ട് കാണുന്ന കോപ്പർ പാൻ ആണ്. ഇത് ലാമ്പ് ചാർജർ. അത് അഴീക്കോട് ലൈറ്റ് ഹൗസിൽ സൂക്ഷിച്ചിരുന്നതാണ്. ഇത് പെട്രോളിയം വേപ്പർ ബർണറാണ്, 85 mm. നെക്സ്റ്റ് വൺ, പെട്രോളിയം വേപ്പർ ബർണർ 55 mm. Next one, petroleum vapor burner 85 mm. അടുത്തായി കാണുന്നതാണ് വേപ്പറൈസേഴ്സ്. lamp changer used in Alleppey Lighthouse 1962 to 1998. ഈ കാണുന്നതാണ് വിളക്കുകളിലെ പരിണാമങ്ങൾ. അതായത് പഴയ കാലങ്ങളിൽ ഉപയോഗിച്ച തീക്കുണ്ടം മുതൽ ഇന്ന് LED വരെ നമ്മൾ എത്തി നിൽക്കുകയാണ്. അതിന്റെ പഴയ ഒരു വെർഷനാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്.
ഇതിൻ്റെ എല്ലാ ഡിസ്ക്രിപ്ഷൻസും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് വായിച്ചു നോക്കാം. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇതിലെല്ലാം ഇത് എഴുതിയിട്ടുണ്ട്. ഇത് ഓപ്റ്റിക് ഡ്രം ആണ്. ഇതാണ് പോസ്റ്റൽ വെയിങ് ബാരൽസ് യൂസ്ഡ് ഇൻ ആലപ്പി ലൈറ്റ് ഹൗസ്. പഴയ ത്രാസാണെന്ന് കണ്ടാൽ മനസ്സിലാവും. ഇത് അലാദിൻ ലാമ്പ്. എനിക്ക് തോന്നുന്നത് ഈ അലാവുദ്ദീൻ അത്ഭുത വിളക്ക് എന്ന് പറയുന്ന അതിൻ്റെ ഒരു മാതൃക പോലെ ഉണ്ടാക്കിയിരിക്കുന്നതാണത്. ഇതിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അലാദിൻ ലാമ്പ്. ഇതെല്ലാം പഴയ മോഡലുകൾ, പഴയ പുരാതനമായ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് വിശദീകരിച്ച് തരുന്നതാണ് ഈ മ്യൂസിയം. ഇത് പെരസൽ റൊട്ടേറ്റിംഗ് ബേക്കണാണ്. അത് കവരാത്തി ലൈറ്റ് ഹൗസിൽ സൂക്ഷിച്ചിരുന്നതാണ്. ഓയിൽ കണ്ടെയ്നേഴ്സ്, പെട്രോളിയം പേപ്പർ ബർണറാണ്. ഇതിൻ്റെ യൂസേജ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പഴയ കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന മെഷീൻസ് ഒക്കെയാണ് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അപ്സ്റ്റെയറിലും വീണ്ടും നമുക്ക് കയറാൻ സാധിക്കും. ലൈറ്റ് ഹൗസിൻ്റെ പഴയ മാതൃകകളൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കിയത്. 2 ടൈപ്പായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ളതിൻ്റെ മെഷീനും അതിൻ്റെ മുകളിലായിട്ട് ഇതിൻ്റെ ലൈറ്റുകളുമാണ്. നമുക്ക് കയറാനുള്ള സ്റ്റെപ്പ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലൂടെ ഞങ്ങൾ മുകളിലേക്കൊന്ന് കയറുകയാണ്. അതിനു മുമ്പായിട്ട് ഇവിടുത്തെയുള്ള ഡിസ്ക്രിപ്ഷൻസ് എല്ലാം നിങ്ങളെ കാണിക്കുകയാണ്. നിങ്ങൾക്കിത് വായിക്കാം. സ്റ്റുഡൻസിന് ഇത് വളരെ പ്രചോദനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദിസ് ഈസ് മോസ്റ്റ് യൂസ്ഫുൾ ഫോർ സ്റ്റുഡൻസ്. വീണ്ടും മുകളിലേക്ക് കയറുകയാണ്. അത് ലാമ്പെല്ലാം മുകളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. പഴയ മോഡലുള്ള ലാമ്പുകളൊക്കെയാണ് ഈ കാണുന്നത്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ലാമ്പ് ഉണ്ട്. യു ക്യാൻ സീ ഇറ്റ്. അതുപോലെ ഇപ്പോൾ ലൈറ്റ് ഹൗസിൽ സൂക്ഷിച്ചിരിക്കുന്ന ലൈറ്റിൻ്റെ മാതൃകയാണ്, പഴയ മാതൃകയാണ്. ഗ്ലാസ് ഉണ്ട്. ഗ്ലാസ് പോലത്തെ ഈ ഭാഗത്ത് ലൈറ്റ് അടിച്ചിട്ടാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ വിവിധ വശങ്ങളാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതിലെ കാഴ്ചകളെല്ലാം പൂർണ്ണമായിട്ടും ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. ശരിക്കും ഒരു യൂണിവേഴ്സിറ്റി സ്റ്റഡീസ് പോലുണ്ട്. അവിടെയൊക്കെ കയറി ഇറങ്ങുന്നത് പോലുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ കാലങ്ങളിലേക്ക്, പഠിക്കുന്ന കാലങ്ങളിലേക്കൊക്കെ ഓർമ്മകൾ പുറകോട്ട് പോവുകയാണ്. വളരെ യൂസ്ഫുള്ളാണ്. ഇങ്ങനെയൊക്കെ ഒരു മ്യൂസിയം ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് പലർക്കും അറിയില്ല. അപ്പം അങ്ങനെയുള്ള അറിവിലേക്കാണ് ഞങ്ങളിപ്പോൾ ഈ എഡ്യൂക്കേഷണൽ ചാനലിൻ്റെ സെക്ഷൻ ഞങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുവാനും ചിത്രീകരിക്കാനും ഒക്കെ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇതിൻ്റെ ഒഫീഷ്യൽസൊക്കെ ഞങ്ങളുമായിട്ട് വളരെയധികം സഹായിച്ചു ഞങ്ങളെ ഇതൊക്കെ ചിത്രീകരിക്കാൻ. ക്യാമറാമാൻ സഞ്ജുവിൻ്റെ ക്യാമറ എല്ലാ വശങ്ങളും ഒപ്പിയെടുത്തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങുകയാണ്. നിങ്ങളിതെല്ലാം വന്ന് കാണണം. ഇവിടുത്തെ മ്യൂസിയം കാണണം. കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്ന് മ്യൂസിയം കാണണം. അങ്ങനെ ഞങ്ങൾ
മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയാണ്. അടുത്ത ഒരു എഡ്യൂക്കേഷണൽ ടിപ്പുമായിട്ട് വീണ്ടും ഞങ്ങൾ വരുന്നവരെ ഗുഡ് ബൈ. താങ്ക് യു വെരി മച്ച്.